ഇറാൻ ഇസ്രയേൽ സംഘർഷം 8ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇറാനുമായി നയതന്ത്ര ചർച്ചകൾക്കുള്ള സാധ്യത തള്ളാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അമേരിക്ക ഇടപെടണോ എന്ന കാര്യത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രതികരണം. Regarding the ongoing situation in Iran, I know there has been a lot of speculation amongst all of you in the media regarding the president's decision-making and whether or not the United States will be directly involved. In light of that news, I have a message directly from the president, and I quote, "Based on the fact that there's a substantial chance of negotiations that may or may not take place with Iran in the near future, I will make my decision whether or not to go within the next 2 weeks." That's a quote directly from the president for all of you today. ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിക്കുമെന്ന ഭീഷണി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് ആവർത്തിച്ചു. ഇറാൻ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തി. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഇതിൽ അമേരിക്കയുടെ നിലപാട് എങ്ങനെയായിരിക്കും, തുടർന്നുള്ള നിലപാട് എങ്ങനെയായിരിക്കും എന്നത് ശ്രദ്ധേയമാണ്. അതാണ് ഈ പ്രശ്നത്തിന്റെ ഗതി നിർണ്ണയിക്കാനും പോകുന്നത്. ഇതിൽ സമവായ ചർച്ച തുടരും അല്ലെങ്കിൽ അനുരഞ്ജന ചർച്ച തുടരും എന്ന് വ്യക്തമാക്കുമ്പോഴും കടുത്ത നിലപാടിൽ തന്നെയാണ് അമേരിക്കയുള്ളത്. 2 ആഴ്ചയ്ക്കകം തന്റെ തീരുമാനം പറയാം, അമേരിക്കയുടെ നിലപാട് പറയാം എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ഇടപെടൽ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ്? ഇറാനുമേൽ ഒരു നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്? മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. നമ്മളിപ്പോൾ വൈറ്റ് ഹൗസിന്റെ മീഡിയ റൂമിൽ കാരലിൻ ലെവിറ്റ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതുപോലെ ഇസ്രയേലിന്റെ പക്ഷത്ത് ചേരണോ വേണ്ടയോ എന്ന് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സമയപരിധിയായി ഡൊണാൾഡ് ട്രംപ് സാധാരണ ഈ 2 ആഴ്ച എന്ന് ഉപയോഗിക്കാറുണ്ട്. അത് ഒരു സാധാരണ നിലയ്ക്ക് അതൊരു ഉറച്ച സമയപരിധി ആയിരിക്കില്ല. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ വിറ്റ്കോഫും അതുപോലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി തവണ ഫോണിൽ സംസാരിച്ചതായിട്ട് കാരലിൻ ലെവിറ്റ് ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. ഇറാനുമായി ഒരുപക്ഷെ അധികം വൈകാതെ ചർച്ചകളും ബലപേശലുകളും ചിലപ്പോൾ നടന്നേക്കാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾക്ക് അവർ ഇന്ന് മറുപടി പറയാൻ തയ്യാറായതുമില്ല. ഇറാനുമായുള്ള ഏതൊരു ആണവ കരാറിലും ഈ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിനുള്ള നിരോധനവും അതുപോലെ ഇറാൻ ആണവായുധം നേടുന്നത് അത് തടയുക, അത് അമേരിക്കയുടെ ഒരു അജണ്ടയിലുള്ളതാണ്. അത് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാടെന്നാണ് കാരലിൻ ലെവിറ്റ് ഇന്ന് പറഞ്ഞത്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വരും ദിവസങ്ങളിൽ, അതായത് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും തുർക്കിയിലെ ഇസ്താൻബുളിലെത്തും. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷന്റെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തുന്നത്. അവിടെ അദ്ദേഹം ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ കാരണങ്ങളും മുന്നോട്ടുള്ള അവരുടെ പ്ലാനുകളും ഒരുപക്ഷെ വിശദീകരിച്ചിരിക്കും. അതേസമയം ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഒരു 3ാം കക്ഷി ഇടപെടൽ കാര്യങ്ങൾ മാറ്റിമറിക്കുമെന്നും അതിന് നല്ല തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന ഇറാന്റെ മുന്നറിയിപ്പും വരുന്നുണ്ട്. അതേസമയം ഇറാൻ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നത് ഉൾപ്പെടെ എല്ലാ ലക്ഷ്യങ്ങളും ഒറ്റയ്ക്ക് നേടിയെടുക്കുവാനുള്ള കഴിവുണ്ടെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപിന് വേണമെങ്കിൽ ചേരാം എന്ന് പറയുകയും ചെയ്തു. ഇതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു ഇന്നത്തെ ഈ വൈറ്റ് ഹൗസ് നിന്നുള്ള ഈ പ്രസ്താവന, അതായത് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ച സമയമെടുക്കുമെന്നുള്ള ആ പ്രസ്താവന വരുന്നത്. ക്രിസ്റ്റീന, റീജിത്ത്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. തങ്ങൾക്കാരുടെയും സഹായം ആവശ്യമില്ല ഇറാനെതിരെ തിരിച്ചടിക്കാനെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അമേരിക്ക അനൌദ്യോഗിക ചർച്ചകൾ ഇറാനുമായി നടത്തിയെന്ന വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം 2 ആഴ്ചയ്ക്ക് ശേഷമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്.